ഒരുപാട് കഴിഞ്ഞുമായിട്ടാണ് ചോറ് കഴിക്കാൻ വന്ന്. കുറച്ച് തോന വിഭവങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം. അമ്മ കൊണ്ടുവന്നതാണ്. ചോട്ടോ, ഇത് മീൻകറിയാണ്. മീൻകറി വെച്ചോ. ഇത് ചിക്കൻ പാർട്സിനുണ്ടോ, ചിക്കൻ്റെ ലിവറ്. ഇത് മറ്റേ വാഴക്കട്ടിയല്ലേ അമ്മ ഉപ്പേരി? വാഴക്കട്ടി, വാഴത്തണ്ടുണ്ടല്ലോ, വാഴത്തട്ട് അത് ഉപ്പേരി. എന്നപ്പോ ഒന്നിലേക്കും കഴിയൊന്നുമില്ല. ചിക്കൻ കറി എല്ലാം കൂടി എങ്ങനെയാ ഞാൻ കഴിക്കാന്നാണ്. കുറച്ച് എടുക്കാനല്ലേ. പിന്നെ ഉള്ളത് ഒരു കൈ ബാക്കി. പിന്നുള്ളത് ചെറുപയർ ഉപ്പേരി. ഞാൻ ബാക്കിയെടുക്കാൻ മറന്നുപോയി. അച്ചാർ കഴിഞ്ഞു ഗൈസ്. അച്ചാർ കഴിഞ്ഞു ഗൈസ്. ഇത്രയും വിഭവം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഞാൻ ചിക്കന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ചിക്കൻ്റെ ലിവറാണിത്, മീനാണിത്, ചെറുപയർ, എങ്ങോട്ട് വാഴത്തട്ട്, ഉപ്പേരി. ഞാൻ നേരത്തെ ഇട്ട ഒരു ഫുഡ് വീഡിയോയിൽ വരെ അപ്പയും കമൻറ്റ് വന്നിട്ട് നിനക്ക് ഫുൾ ടൈം തീറ്റി തന്നെയാണല്ലോ പണി എന്ന് ചോദിച്ചിട്ട്. തിന്നല്ലാണ്ട് വേറെ എന്താക്കാനാ? ചാറെല്ലാം കൂട്ടിയിട്ട് ഇത് വാഴേൻ്റെ കൂമ്പാട്ടോ. നമ്മളെ വാഴേൻ്റെ കൂമ്പില്ലേ, അത് ഞാൻ വെക്കുമ്പോഴല്ല അമ്മ വെച്ച്. അമ്മ തേങ്ങാക്കൊത്തൊക്കെ തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ടാണ് അമ്മ വെക്കുക. ഞാൻ അല്ലാണ്ട് കേട്ടോ വെക്കുക. പിന്നെ ലിവർ ഫ്രൈ ചെയ്തെടുത്തത്, അയിലമീൻ കറി. അയിലമീൻ കറിയല്ല, അയിലമീൻ കുറച്ച് കറി വെച്ച് ചിക്കൻ വെക്കുക. എങ്ങനെ കഴിക്കാതിരിക്കും ഞാൻ? ഇങ്ങനെ നാടൻ ഐറ്റംസ് അല്ലേ കഴിക്കുന്നത്. അപ്പൊ തടിച്ചിട്ടില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. ഏതായാലും നിർബന്ധിച്ചാൽ നമ്മൾ ആരായാലും കഴിച്ചോളൂല്ലേ. എനിക്ക് ലിവർ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കമൻറ്റ് വരും. കൃഷ്ണനെ വരച്ചുകൊണ്ട് ജസ്ന ചിക്കനും മീനും കൂട്ടി എന്ന് പറഞ്ഞിട്ട്. അവരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വരയ്ക്കുമ്പം കുളിച്ചിട്ടേ വരയ്ക്കാറുള്ളൂ. ഇറച്ചിയും മീനൊക്കെ കൂട്ടുകയാണെങ്കിൽ കുളിച്ചിട്ട് തന്നെ വരയ്ക്കാറുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് പറയാണ്. അപ്പം ഇപ്പം തന്നെ ശ്വാസം മുട്ടുന്നു. കുറേ ചോറുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഡയറ്റാന്നാണ് പറഞ്ഞത്. ഞാൻ 2-3 ദിവസമായി ചോറ് തിന്നിട്ടേ ഇല്ല. അന്ന് ഉച്ചക്കപ്പം ചോറ് നിന്ന് 3-4 ദിവസത്തിൻ്റെ അടുക്ക്. ഉച്ചയ്ക്ക് ഞാനൊരു തീറ്റി തിന്നത്, കാരണം തിന്നാതെ തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നല്ലോ. അപ്പം പറയാം. ഏതായാലും ആസ്വദിച്ച് തിന്ന്
തീർക്കട്ടെ. ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാണ്. വേറെ വഴിയില്ലല്ലോ, ഞാൻ തിന്നല്ലാണ്ട്. എൻ്റെ ഗൈസിന് വിശ്വാസം കിട്ടുന്നു. ഈ ഒരു കോമഡി പറഞ്ഞോർമ്മണ്ടോ? ഇന്നസെൻ്റ്, എനിക്കിന്നൊരു കാര്യം മനസ്സിലായി. ജീവിതത്തിൽ മടുക്കാത്ത ഒരേ ഒരു സംഭവം ഭക്ഷണം കഴിപ്പാണ്. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു. അപ്പം ഞങ്ങൾ ഫിനിഷ് ചെയ്യട്ടെ. ടാറ്റ. വീണ്ടും ഒരു സിറ്റി വ്ളോഗുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.